ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് കൊലുസാണ്. അതായത് നമ്മുടെ ഇമിറ്റേഷൻ്റെ കൊലുസ് കേട്ടോ. ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണമാണ് ഇത്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും ചീത്തയായി ക്ലാവ് പിടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ അഴുക്കും ചെളിയും എല്ലാം പിടിച്ച് നല്ല പോലെ കളറൊക്കെ പോയിരിക്കുന്ന നമ്മളതായത് നമ്മൾ യൂസ് ചെയ്യാത്ത കളയാൻ വെച്ചേക്കുന്നതായിട്ടുള്ള ഇതുപോലുള്ള ഒരു പാദസരം എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും കാലിൽ ഇട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കൊലുസ് മാത്രമല്ല, നമുക്ക് മാലയോ പാദസരമോ എന്തോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. ആദ്യം നമുക്കതിന് വേണ്ടി വേണ്ടുന്നത് ഒരു നാരങ്ങയാണ്. അപ്പം ഈ ഒരു നാരങ്ങയുടെ ഹാഫാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നാരങ്ങ നീരാണ് വേണ്ടുന്നത് കേട്ടോ. അപ്പം നമ്മളിതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ പകുതി നാരങ്ങ നീര് ഫുള്ളായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. പഴയ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങ നീര് അത്രയും പിഴിഞ്ഞെടുക്കണേ. കാരണം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ക്ലാവ് പിടിച്ച കൊലുസ് നമ്മൾ ഈ നാരങ്ങ നീരിനകത്ത് ഒരു 5 മിനിറ്റ് മുക്കി വെക്കാൻ പോവുകയാണേ. അപ്പം നമ്മൾ നല്ല പോലെ നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുക. ഇപ്പം നമ്മളിതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടാണേ. അപ്പോൾ ഇത് ഞാൻ നാരങ്ങ നീര് ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനകത്തോട്ട് നമ്മുടെ ഈ കൊലുസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മുക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക. ഈ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ആ ഒരു പച്ചക്ലാവും കാര്യങ്ങളൊക്കെ, അതായത് അഴുക്കൊക്കെ ഇറങ്ങി നമ്മുടെ ഈ നാരങ്ങ നീരിൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ച് ആകും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഈ ഒരു നാരങ്ങ തോട് കൊണ്ട് നമ്മുടെ ആ കൊലുസ് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക നാരങ്ങത്തോട് കൊണ്ട്. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ആ നാരങ്ങ നീരിൻ്റെ കളറ് കാണുമ്പോൾ മനസ്സിലാകും, നല്ല പോലെ ക്ലാവും അഴുക്കും ആ കളറിൽ ആ നാരങ്ങ നീരിനകത്തോട്ട് ഇറങ്ങി അതിൻ്റെ കളറൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നാരങ്ങത്തോട് വെച്ചിട്ട് കൊലുസ് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം, കൈ വെച്ചിട്ട് തന്നെ കേട്ടോ. നാരങ്ങത്തോടിട്ടൊന്ന് ഉരച്ച് കൊടുക്കാവേ. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലെ ക്ലാവൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് മാലയോ വളയോ കൊലുസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നേരത്തെയും ഞാൻ വേറെ മെത്തേഡിൽ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഉരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഈ നാരങ്ങ നീരും കൊലുസും എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ നാരങ്ങത്തോടും അതിനകത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കാൻ പോകും കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയേ. എന്നിട്ട് നമുക്കൊരു 2-3 സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം എളുപ്പമുള്ള കാര്യം കേട്ടോ, വീട്ടിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിപ്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ കൊലുസ് അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഒന്ന് തിള വരുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലൊക്കെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഇമിറ്റേഷൻ്റെ ഇപ്പം തന്നെ നിങ്ങൾ കളറൊന്ന് കാണിച്ചു തരാം. നല്ലപോലെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ നമുക്ക് ഷോപ്പിൽ കൊടുക്കാൻ പൈസ ഇല്ലാതെ കൊടുത്ത് ചെയ്യിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെ ഇത് ക്ലീൻ ചെയ്ത് നല്ല പോളിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്കതിനൊരു പഴയ ബ്രഷ് വേണം. പഴയ ബ്രഷും പിന്നെ ഞാൻ ചെറിയൊരു രൂപയുടെ നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഉരച്ച് തേക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഷാമ്പു ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റോ സോപ്പ് പൊടിയോ ലിക്വിഡായിട്ട് ഏതായാലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൊലുസൊന്ന് എടുത്തിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കൊലുസിനകത്ത് നല്ല പോലെ അഴുക്കും കാര്യങ്ങളും ക്ലാവും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാവേ. അപ്പം ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന വീഡിയോസിനകത്തൊക്കെ നല്ലതുപോലെ, അതായത് 4 ലാക്കോളം ആളുകൾ കണ്ടും ഒക്കെ നല്ല റിവ്യൂസ്, ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയെന്നാണ് എനിക്ക് കമൻറ്റ് വന്നിരിക്കുന്നത്. അതായത് ഒരു 95% പേർക്ക് റിസൾട്ട് കിട്ടിയെന്നാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ആ ഒരു 5% പേർക്ക് കിട്ടിയിട്ടില്ലെന്നും ഇട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഷാമ്പൂ ഇട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോഴേ നല്ല കളറായിട്ടുണ്ട് കൊലുസിന് കേട്ടോ. അതായത് നല്ല പോലെ അഴുക്കൊക്കെ പോയി. നമുക്കിനി ഇത് ഇടാം. ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിച്ച വീഡിയോയിൽ കൊലുസിൻ്റെ ആ ഒരു രംഗമല്ല ഇപ്പം നമുക്ക്, അന്നേരം നമുക്ക് ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നമുക്ക് കാലിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ.
ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, നമ്മുടെ വീട്ടിൽ കറിക്കെടുക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുക. എന്നിട്ട് ഇത് അങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് നമ്മൾ ആ മഞ്ഞൾപ്പൊടിക്കകത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ, ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് ഒരു നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് കൊലുസിന്. പക്ഷെ നമ്മളിത് വാഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പം ആ ഒരു കളർ അതിനകത്ത് കിട്ടുകയും ചെയ്യും, ഓവർ ആവത്തുമില്ല വാഷ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് മഞ്ഞപ്പൊടിക്കകത്ത് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കൊലുസ് നല്ല പോലൊരു കോട്ടൻ്റെ തുണിക്കകത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമയം ഫുള്ള് കളഞ്ഞെടുക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് അതുപോലെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വേണ്ട ഇപ്പം തന്നെ നിങ്ങൾ കൊലുസൊന്ന് നോക്കുക. നമ്മൾ ആദ്യം കാണിച്ചത് പോലെ അല്ല എന്തായാലും ഈ കൊലുസിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമുള്ള സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് പൗഡർ കയ്യിലോട്ടിടുക, ഇട്ടിട്ട് നമ്മുടെ ഈ കൊലുസ് അതിലിട്ട് നല്ല പോലെ ഒന്ന് തിരുമിയെടുക്കുക കേട്ടോ. അതിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓവർ മഞ്ഞ ഉണ്ടെങ്കിൽ മാറാനും നമ്മുടെ ആ ഒരു കൊലുസിന് ഒരു നല്ലൊരു പുതുമയോടുകൂടി നമ്മുടെ കയ്യിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ പൗഡർ ഉപയോഗിക്കുന്നത്. ഒരു ഗ്ലേസിങ്ങും ഒരു 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 ഭംഗിയും കിട്ടും. നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ ആ മഞ്ഞപ്പൊടിയിൽ മുക്കിയതിന് ശേഷമായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഈ ഒരു ലുക്കിൽ കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് കറക്റ്റ് നമുക്ക് വീണത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിക്കാണമെന്ന് വിചാരിക്കുന്നു. വേണ്ടേ നമ്മുടെ കൊലുസ് എത്രമാത്രം ഭംഗിയായിട്ട് കിട്ടിയെന്ന് നോക്കി കണ്ടോ. ഓവർ പൗഡർ അല്ല, നമുക്ക് കുറച്ച് പൗഡർ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ കൊലുസ് കാണിച്ച ആ ഒരു സൈഡിൽ തന്നെ പോയിരുന്നിട്ട് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ടുള്ള വീഡിയോയും കാണിച്ചു തരാവേ. അതേണ്ടേ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല. എന്തായാലും ജെനുവിനായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എങ്കിലേ മറ്റുള്ളവർക്കും അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലീനാക്കി നമ്മുടെ പോളിഷ് ചെയ്ത് നമ്മുടെ കൊലുസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും